ഹലോ, നമസ്കാരം. ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മാസത്തെ മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ്. പിന്നെ മാത്രമല്ല ഈ മാസം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊരു പർച്ചേസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. എന്നാലും വാങ്ങിയതിൽ കൂടുതലും പുതിയ ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു റോസ് വാട്ടർ ആണ്. കുറേ നാളായിട്ട് ഇത് വാങ്ങണം വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. പിന്നെയും ഈ ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അയ്യോ ഇത് ഞാൻ വാങ്ങിയില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അപ്പോൾ എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട്. റോസ് വാട്ടർ എപ്പോഴും ബാക്കപ്പ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് പിന്നെ ആകട്ടെ എന്നിങ്ങനെ വിചാരിച്ച് വെച്ചിരുന്ന ഒന്നാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കമ ആയുർവേദയുടെ റോസ് വാട്ടർ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പം ഞാൻ ഒരെണ്ണം പുതിയതായിട്ട് എന്തായാലും ഒന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു. ഇത്രയും ഹൈപ്പ് കൊടുക്കുമ്പോൾ മനസ്സിലായല്ലോ. ജ്യൂസി കെമിസ്ട്രിയുടെ ഈ ഒരു റോസ് വാട്ടർ ആണ് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് ഒക്കെ വരുന്നത്. ആൻഡ് ഞാൻ വാങ്ങിയത് 100 ml. 100 ml തന്നെ 650 റുപ്പീസാണ്. പക്ഷെ കുറച്ച് കുറയും കേട്ടോ. കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടും. ഓക്കെ. എന്നാലും കാമ ആയുർവേദയുടെയും ഇതുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പ്രൈസ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റോസ് വാട്ടർ, പ്രത്യേകിച്ച് ഈ ഡാബറിൻ്റെയൊക്കെ റോസ് വാട്ടർ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, വളരെ ചീപ്പാണ്. പക്ഷേ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ചീപ്പ് ക്വാളിറ്റി അത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇതിനും ഇത് ഞാൻ അധികം യൂസ് ചെയ്തില്ല. ഒരു തവണ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഞാൻ എന്തായാലും പറയാം. പ്രത്യേകിച്ച് എനിക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ വരുന്ന റോസ് വാട്ടേഴ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. യൂസ് ചെയ്യാൻ അത്രയും കൺവീനിയൻ്റ് ആണ്. ഓക്കെ. കാമ ആയുർവേദം അറിയാമല്ലോ, ഞാൻ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ട് ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ബോഡി മിസ്റ്റ് ആണ്. നമ്മുടെ പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് ആണ്. പ്ലമ്മിൻ്റെ ഈ ബോഡി മിസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ ഒരുപാട് വേരിയൻസ് ഇവരുടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഹീസൽനട്ട് എക്ലേ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ലിറ്ററലി ആ ഒരു എക്ലേസ് ചോക്ലേറ്റ് ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ സ്മെല്ല്. അപ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഒരു എന്താ പറയുക, ചില പർട്ടിക്കുലർ ഫ്രേഗ്രൻസ് തന്നെയാണ് അതിൻ്റെ തന്നെ അത് നോക്കിയായിരിക്കും വാങ്ങുക. ഓക്കെ. അതായത് ഇപ്പോൾ വുഡി സ്മെൽ, ചിലർക്ക് ഫ്ലോറൽ സെൻ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താ പറയുക ആ ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും ഇഷ്ടം. ഓക്കെ. അങ്ങനെ ഉള്ള വാനില ഫ്രേഗ്രൻസിൻ്റെ ഒക്കെ ഫാനായിട്ടുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ പല ഇതുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വാനില ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രേഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടാവും. പിന്നെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ വാനില വൈബ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒരു ഒരു സിട്രസ് ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്, എനിക്ക് അതിൻ്റെ പേരിപ്പോൾ ഓർക്കുന്നില്ല. അടിപൊളി കേട്ടോ. ഞാൻ ഇതുവരെ സ്പ്രേ ചെയ്തില്ല, ജസ്റ്റ് മണപ്പിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയും ടെംപ്റ്റിംഗ് ആയിട്ടൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ 100 ml ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വലുതും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇത് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് മമ എർത്തിൻ്റെ ഒരു ബ്ലഷ് ആണ്. ഗ്ലോ സീറം ബ്ലഷ് വിത്ത് വിറ്റമിൻ സി ആൻഡ് പീച്ച് എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. കുറച്ചായി ഞാൻ മമ എർത്തിൻ്റെ ഇതുപോലുള്ള ബ്യൂട്ടി മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന വഴിക്ക് കണ്ടതാണ്. 3-4 ഷെയ്ഡ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ബെറി ഷെയ്ഡ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഇങ്ങനെ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഞാൻ യൂഷ്വലി വാങ്ങിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു
പീച്ച് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് ബ്ലഷാണ്. വേണമെങ്കിൽ നമുക്ക് ഐ ഷാഡോ ആയിട്ടും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഇത്തവണ കിട്ടിയ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കി, അല്ലാണ്ട് യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. എന്തായാലും ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കും. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഓർഡർ ചെയ്ത സമയം മുതൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്ന ഒരു പ്രോഡക്റ്റാണ് കൈ കിട്ടാനായിട്ട്. അതുപോലെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയമെടുത്ത് ഞാൻ ഒരുപാട് ഇതിൽ ഓൺലൈനായിട്ടൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ ഷെയ്ഡ് ഓക്കെ ഞാൻ പ്രോഡക്റ്റ് പറയാം. ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, കാരണം ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന എല്ലാ ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ കോമ്പാക്റ്റിലൊക്കെ ഷെയ്ഡ്സ് കൂടുതൽ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ എന്നാലും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടില്ലേ, അത് നല്ലതാണ്. യൂഷ്വലി ഇങ്ങനെ ടിൻറ്റഡ് സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഷെയ്ഡ് റേഞ്ചസ് കുറവായിരിക്കും. അവരൊരു 2 or 4 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എടുത്തത് 03 സാൻഡ് ആണ് കേട്ടോ. ഇവരുടെ വെബ്സൈറ്റിലും ഒക്കെ കയറി നോക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇത് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇതിനല്ലാണ്ട് എൻ്റെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു ഫെയർ സ്കിൻ ടോണിന് പറ്റിയ ഒരു മീഡിയം, എനിക്ക് തോന്നുന്നു 02 ആണെന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് ഐവറി എന്നോ അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാച്ചായിട്ട് അതിൽ ഇങ്ങനെ കണ്ടത്. പിന്നെയും എനിക്ക് ഒരു ഡൗട്ടായി, കാരണം ഇത് ഓക്സിഡൈസ് ചെയ്യുമോ, അതുമാത്രമല്ല സൺസ്ക്രീൻ അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യട്ടെ, അങ്ങനെ വരുമ്പോൾ ലൈറ്റായി പോകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്തിരി ഡാർക്ക് ആയാലും ഞാൻ കംഫർട്ടബിൾ ആണ്, പക്ഷെ ലൈറ്റ് ആയാലും എനിക്ക് പറ്റില്ല. ഞാൻ എന്തായാലും സാൻഡ് തന്നെ എടുത്തു. ഇത് SPF 50 PA4+ ഉണ്ട്. ആൻഡ് ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ, കൈ കിട്ടിയ സമയത്ത് തന്നെ ഞാനത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഷെയ്ഡ് ഓക്കെ ആണ് കേട്ടോ, അതായത് ലൈറ്റ് അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ 50 ml ആണ്. ഓക്കെ ഇതാണ് കേട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ അങ്ങ് അബ്സോർബായി കഴിഞ്ഞു. ഇത് പറയുകയാണെങ്കിൽ മടിയന്മാർക്കും മടിച്ചുകൾക്കും ഒക്കെ പറ്റിയ പ്രോഡക്റ്റാണ്. കാരണം ഒരു ചെറിയൊരു ടിൻ്റ് ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ പോലും നിങ്ങൾക്ക് ഇടാൻ മടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് മതി ഒരു പ്രോഡക്റ്റ് പെട്ടെന്നൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട്. ഓക്കെ അപ്പോൾ ഡെയിലി വെയറിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് ഒരു കാജലാണ്. ഇതും ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു കാജലാണ്. റെനയുടെ ഈ ഒരു മിഡ് നൈറ്റ് കോൾ പെൻസിലാണ്. ഓക്കെ ബ്രൗൺ ആണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ബ്ലാക്കും ബ്രൗണും ഉണ്ട്. അപ്പം ഞാൻ ബ്രൗൺ വാങ്ങി, കാരണം ബ്ലാക്ക് ഞാൻ വേറൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓക്കെ ഇത് ഷാർപ്നറും കൂടി വരുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു കാജലാണ്. ഓക്കെ നമുക്ക് അതാ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും. ഓക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. സ്മോക്കി ഐസ് ചെയ്യാനൊക്കെ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇതാണ്, ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇനി ഒരു ബാക്കപ്പ് പോലെ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ കാജൽ എപ്പോഴും ഒരു 2-3 ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കും. ഞാൻ 2-3 മാറി മാറി യൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ അപ്പോൾ ഇത് ഒരു എന്താ പറയുക റീപർച്ചേസ് ആണ് പ്ലമ്മിൻ്റെ ഈ ഒരു കാജൽ. ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാടൊന്നും ഇല്ല, ഒരു 6 പ്രോഡക്ട്സേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പ്രോഡക്ട്സിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.